സാധാരണ നമുക്കൊരു അക്വേറിയം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുക ചെയ്യാറ്. ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അതുതന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയാലോ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 mm തിക്നെസ്സുള്ള ഗ്ലാസ്സാണ്. പിന്നെ അതിൻ്റെ അളവുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് സിലിക്കോണാണ്. ഇത് ക്ലിയർ വെതർ സിലിക്കോണാണ്. വെതർ സിലിക്കോൺ എന്ന് പ്രത്യേകം ചോദിച്ച് വാങ്ങണം. ഇവിടെ നമ്മളൊരു കത്തി ഉപയോഗിച്ച് ചെറുതായി കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തതിന് ശേഷം ഇത് അതിൻ്റെ നോസിലാണ്, അതവിടെ തിരിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നോസിലിൻ്റെ തലപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തായി നമുക്ക് മാസ്കിൻ ടേപ്പ് ഒട്ടിക്കാം. മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുമ്പോൾ എത്രയാണോ ഗ്ലാസിൻ്റെ തിക്നെസ് അതിൽ നിന്ന് 1-2 മില്ലി അധികം വെച്ച് വേണം മാസ്കിൻ ടേപ്പ് ഒട്ടിക്കാൻ. മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ലൈൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടി ടേപ്പ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് നല്ലതായിരിക്കും. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. ബോട്ട ഗ്ലാസിൻ്റെ 4 വശവും മറ്റ് ഗ്ലാസ്സുകളുടെ 3 വശമാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അടുത്തത് സിലിക്കോൺ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഗ്ലാസിൻ്റെ എഡ്ജിലായിട്ട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം സിലിക്കോൺ അപ്ലൈ ചെയ്യാൻ. സിലിക്കോൺ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു ഗണ്ണുണ്ട്, പക്ഷെ അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പൈപ്പിൻ്റെ പീസ് പിന്നിൽ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് സിലിക്കോൺ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അതിനുണ്ട്. സിലിക്കോൺ അപ്ലൈ ചെയ്തതിന് മേലെ ഗ്ലാസ് കയറ്റി വെച്ച് വശങ്ങളെല്ലാം ഒരുപോലെ ആക്കിയതിന് ശേഷം പുറത്തു വന്നിരിക്കുന്ന സിലിക്കോൺ കൈ ഉപയോഗിച്ച് ചെറുതായി വടിച്ച് എടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സിലിക്കോൺ ആകാത്ത സ്ഥലങ്ങളിൽ സിലിക്കോൺ കയറി ഫില്ലാകുകയും വെള്ളം ലീക്കാവാതിരിക്കുകയും ചെയ്യും.
എന്നിട്ടിതുപോലെ കോർണറിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. കൈ ഉപയോഗിച്ച് സിലിക്കോൺ വടിച്ചതിന് ശേഷം നമ്മൾ ഒട്ടിച്ച മാസ്കിൻ ടേപ്പ് ഇളക്കിക്കളയണം. ഇളക്കിക്കളയാൻ താമസിച്ചാൽ സിലിക്കോണുമായി ഒട്ടി മാസ്കിൻ ടേപ്പ് പറിക്കുമ്പോൾ സിലിക്കോണും കൂടെ ഇളകിപ്പോരാൻ ചാൻസ് ഉണ്ട്. എല്ലാ മൂലകളിലും മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു ദിവസം ഇളക്കാതെ വയ്ക്കണം. അക്വേറിയത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. 2 ദിവസത്തിന് ശേഷം വെള്ളം നിറയ്ക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.